Dear students, welcome to another online class. This is our 13th class. Today we are discussing second chapter of plus 1 accounting. The name of chapter is Theory Base of Accounting. In this class we discuss about business entity concepts, money measurement concepts and going concern concepts. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഈ ചാപ്റ്ററിലെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്നീ 3 തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഇതിനെ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നുകൂടി പറയാറുണ്ട്. ബിസിനസ് അസ്തിത്വ തത്വം. ബിസിനസ് അസ്തിത്വ തത്വം. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ് സ്ഥാപനവും ഉടമസ്ഥനും 2 എൻറ്റിറ്റികളാണ്, 2 വ്യക്തിത്വങ്ങളാണ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഉടമസ്ഥനിൽ നിന്നും ഒരു വേറിട്ട നിലനിൽപ്പ് വ്യാപാര സ്ഥാപനത്തിന് ഉണ്ട് എന്ന് ഈ തത്വം പ്രസ്താവിക്കുന്നു. ഉടമസ്ഥനും ബിസിനസ്സും 2 എന്ന് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നു. ഉടമസ്ഥനിൽ നിന്നും വ്യാപാര സ്ഥാപനത്തിന് വേറിട്ട ഒരു നിലനിൽപ്പുണ്ട് എന്ന് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നു. Therefore, personal transactions of owner should be separated from business transaction. Therefore, personal transactions of owner should be separated from business transaction. അതുകൊണ്ട് തന്നെ വ്യാപാര ഇടപാടുകളിൽ നിന്നും ഉടമസ്ഥൻ്റെ വ്യക്തിപരമായ ഇടപാടുകൾ ഒഴിവാക്കണം. ഒരു വ്യാപാര സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകളുടെ കൂടെ ഒരു കാരണവശാലും ഉടമസ്ഥനുമായി ബന്ധപ്പെട്ടു വരുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപാടുകൾ രേഖപ്പെടുത്താൻ പാടില്ല. വ്യാപാര സ്ഥാപനത്തിൻ്റെ ഇടപാടുകളിൽ നിന്നും ഉടമസ്ഥൻ്റെ വ്യക്തിപരമായ ഇടപാടുകൾ ഒഴിവാക്കണം, വേർപെടുത്തണം. ഉടമസ്ഥൻ തൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് നൽകിക്കഴിഞ്ഞാൽ അത് ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനായിട്ട് രേഖപ്പെടുത്താൻ പാടില്ല. ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിപരമായ ഇടപാടുകൾ ഒരു കാരണവശാലും വ്യാപാര സ്ഥാപനത്തിൻ്റെ ഇടപാടുകളുടെ കൂടെ രേഖപ്പെടുത്താൻ പാടില്ല. ഒരു വ്യാപാര സ്ഥാപനത്തെ ഒരു വേറിട്ട എൻറ്റിറ്റിയായി കണക്കാക്കണം. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇടപാടുകൾ മാത്രമേ വ്യാപാര സ്ഥാപനത്തിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ. As per this concept, owner is treated as the creditor of the business. As per this concept, owner is treated as the creditor of the business. ഈ കോൺസെപ്റ്റ് അനുസരിച്ച് ഈ ഉടമസ്ഥനെ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഒരു ക്രെഡിറ്ററായി കണക്കാക്കുന്നു. ഈ തത്വമനുസരിച്ച് ഉടമസ്ഥനെ ബിസിനസ്സിൻ്റെ ക്രെഡിറ്ററായി കണക്കാക്കുന്നു. When owner brings in capital into the business, it is treated as a liability of business to owner. When owner brings in capital into business, it is treated as a liability of business to owner. ഉടമസ്ഥൻ വ്യാപാര സ്ഥാപനത്തിലേക്ക് മൂലധനം കൊണ്ടുവരുമ്പോൾ അതിനെ ഉടമസ്ഥനോടുള്ള വ്യാപാര സ്ഥാപനത്തിൻ്റെ ഒരു ബാധ്യതയായി കണക്കാക്കുന്നു. ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ആ ക്യാപിറ്റലിനെ ഉടമസ്ഥനോടുള്ള സ്ഥാപനത്തിൻ്റെ ബാധ്യതയായി കണക്കാക്കുന്നു. ക്യാപിറ്റലിനെ ഉടമസ്ഥനോടുള്ള വ്യാപാര സ്ഥാപനത്തിൻ്റെ ബാധ്യതയായി കണക്കാക്കുന്നു. When
Owner withdraws cash or goods from business for his personal use, it is treated as a reduction of owner's capital. When he withdraws cash or goods from business for his personal use, it is treated as a reduction of owner's capital. ഉടമസ്ഥൻ തൻ്റെ വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടി പണമോ സാധനമോ പിൻവലിക്കുമ്പോൾ അതിനെ ഉടമസ്ഥൻ്റെ മൂലധനത്തിലെ ഒരു കിഴിവായി അല്ലെങ്കിൽ ഒരു കുറയ്ക്കലായി കണക്കാക്കുന്നു. As per this concept, cash or goods withdrawn for personal purpose of owner is treated as drawings. As per this concept, cash or goods withdrawn for personal purpose of owner is treated as drawings. ഈ തത്വമനുസരിച്ച് ഉടമസ്ഥന്റെ വ്യക്തിപരമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പിൻവലിച്ച സാധനങ്ങളെ അല്ലെങ്കിൽ പണത്തെ ഡ്രോയിങ്സ് ആയി കണക്കാക്കുന്നു. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട് വരുന്ന 2 തരത്തിലുള്ള ഇടപാടുകൾ മാത്രമേ സ്ഥാപനത്തിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ. ഒന്ന്, വ്യാപാര സ്ഥാപനത്തിലേക്ക് മൂലധനം കൊണ്ടുവരുമ്പോൾ അത് അക്കൗണ്ട് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഉടമസ്ഥൻ തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണമോ അല്ലെങ്കിൽ സാധനങ്ങളോ പിൻവലിക്കുന്നുവെങ്കിൽ അതും നമ്മൾ വ്യാപാര സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തണം. അല്ലാതെയുള്ള ഉടമസ്ഥൻ്റെ വ്യക്തിപരമായ ഇടപാടുകൾ വ്യാപാര ഇടപാടുകളിൽ നിന്നും നമ്മൾ ഒഴിവാക്കണം. വ്യാപാര സ്ഥാപനവും അതിൻ്റെ ഉടമസ്ഥനും 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് എന്ന് ഈ തത്വം പറയുന്നു. അതുകൊണ്ട് തന്നെ ഉടമസ്ഥൻ്റെ വ്യക്തിപരമായ ഇടപാടുകൾ വ്യാപാര ഇടപാടുകളിൽ നിന്നും വേർപ്പെടുത്തണം. ഈ തത്വമനുസരിച്ച് ഉടമസ്ഥനെ വ്യാപാര സ്ഥാപനത്തിൻ്റെ ക്രെഡിറ്ററായി കടക്കാരനായി കണക്കാക്കുന്നു. ഉടമസ്ഥൻ വ്യാപാര സ്ഥാപനത്തിലേക്ക് മൂലധനം കൊണ്ടുവരുമ്പോൾ അതിനെ ഉടമസ്ഥനോടുള്ള വ്യാപാര സ്ഥാപനത്തിൻ്റെ ഒരു ബാധ്യതയായി കണക്കാക്കുന്നു. ഉടമസ്ഥൻ തൻ്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും തൻ്റെ വ്യക്തിപരമായ ഉപയോഗങ്ങൾക്ക് വേണ്ടി പണമോ സാധനങ്ങളോ പിൻവലിക്കുമ്പോൾ അതിനെ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിൽ നിന്നുമുള്ള ഒരു കിഴിക്കലായി കണക്കാക്കുന്നു. ഉടമസ്ഥൻ തൻ്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണമോ അല്ലെങ്കിൽ സാധനങ്ങളോ പിൻവലിക്കുന്നുവെങ്കിൽ അതിനെ ഡ്രോയിങ്സ് ആയി കണക്കാക്കുന്നു. ആ ഡ്രോയിങ്സ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിൽ നിന്നുമുള്ള ഒരു റിഡക്ഷനായി അല്ലെങ്കിൽ ഒരു കിഴിക്കലായി കണക്കാക്കുന്നു. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനിൽ നിന്നും വ്യാപാര സ്ഥാപനത്തിന് ഒരു വേറിട്ട നിലനിൽപ്പ് ഉണ്ട് എന്ന് ഈ തത്വം പറയുന്നു. അതുകൊണ്ട് തന്നെ ഉടമസ്ഥൻ്റെ വ്യക്തിപരമായ ഇടപാടുകൾ വ്യാപാര ഇടപാടുകളിൽ നിന്നും വേർപ്പെടുത്തണം. ഈ തത്വമനുസരിച്ച് വ്യാപാര സ്ഥാപനത്തിൻ്റെ കടക്കാരനായി ഉടമസ്ഥനെ കണക്കാക്കുന്നു. ഉടമസ്ഥൻ വ്യാപാര സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അതിനെ ഉടമസ്ഥനോടുള്ള വ്യാപാര സ്ഥാപനത്തിൻ്റെ ഒരു ബാധ്യതയായി കണക്കാക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ച് എപ്പോഴും ബാധ്യതയാണ്. അതേസമയം ഉടമസ്ഥൻ തൻ്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും തൻ്റെ വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടി പണമോ അല്ലെങ്കിൽ സാധനങ്ങളോ പിൻവലിക്കുമ്പോൾ അതിനെ ഉടമസ്ഥൻ്റെ ക്യാപിറ്റലിലുള്ള ഒരു കിഴിക്കലായി അല്ലെങ്കിൽ ഒരു കുറയ്ക്കലായി കണക്കാക്കുന്നു. ഈ തത്വമനുസരിച്ച് ഉടമസ്ഥൻ തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പിൻവലിച്ച തുകയെ അല്ലെങ്കിൽ സാധനങ്ങളെ ഡ്രോയിങ്സായി കണക്കാക്കുന്നു. വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനിൽ നിന്നും വ്യാപാര സ്ഥാപനത്തിന് ഒരു വേറിട്ട നിലനിൽപ്പ് ഉണ്ട് എന്ന് ഈ തത്വം പറയുന്നു. അതുകൊണ്ട് തന്നെ ഉടമസ്ഥൻ്റെ വ്യക്തിപരമായ ഇടപാടുകൾ വ്യാപാര ഇടപാടുകളിൽ നിന്നും വേർപ്പെടുത്തണം. ഈ തത്വമനുസരിച്ച് വ്യാപാര സ്ഥാപനത്തിൻ്റെ കടക്കാരനായി ഉടമസ്ഥനെ കണക്കാക്കുന്നു.
ഉടമസ്ഥൻ വ്യാപാര സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അതിനെ ഉടമസ്ഥനോടുള്ള വ്യാപാര സ്ഥാപനത്തിൻ്റെ ഒരു ബാധ്യതയായി കണക്കാക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ച് എപ്പോഴും ബാധ്യതയാണ്. അതേസമയം ഉടമസ്ഥൻ തൻ്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും തൻ്റെ വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടി പണമോ അല്ലെങ്കിൽ സാധനങ്ങളോ പിൻവലിക്കുമ്പോൾ അതിനെ ഉടമസ്ഥൻ്റെ ക്യാപിറ്റലിലുള്ള ഒരു കിഴിക്കലായി അല്ലെങ്കിൽ ഒരു കുറയ്ക്കലായി കണക്കാക്കുന്നു. ഈ തത്വമനുസരിച്ച് ഉടമസ്ഥൻ തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പിൻവലിച്ച തുകയെ അല്ലെങ്കിൽ സാധനങ്ങളെ ഡ്രോയിങ്സായി കണക്കാക്കുന്നു. അടുത്തത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്സ്. പണമായി അളക്കൽ തത്വം. പണമായി അളക്കൽ തത്വം. ഏത് തരത്തിലുള്ള ഇടപാടുകളാണ് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് ഈ തത്വമാണ്. വ്യാപാര സ്ഥാപനത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടക്കാറുണ്ട്. പണത്തിലൂടെ പറയാൻ സാധിക്കുന്നതും പണത്തിലൂടെ പറയാൻ സാധിക്കാത്തതുമായ ഇടപാടുകൾ വ്യാപാര സ്ഥാപനത്തിൽ നടക്കാറുണ്ട്. ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് all business transactions should be recorded in terms of money. This concept states that all business transactions should be recorded in terms of money. എല്ലാ വ്യാപാര ഇടപാടുകളും പണത്തിൻ്റെ പദങ്ങളിൽ രേഖപ്പെടുത്തണം എന്ന് ഈ തത്വം പറയുന്നു. എല്ലാ വ്യാപാര ഇടപാടുകളും പണത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പണത്തിൻ്റെ പദങ്ങളിൽ രേഖപ്പെടുത്തണം എന്ന് ഈ തത്വം പറയുന്നു. It helps to record different kinds of transaction in uniform basis. It helps to record different kinds of transaction in uniform basis. വ്യത്യസ്ത തരത്തിലുള്ള ഇടപാടുകൾ ഒരേ രൂപത്തിൽ ഒരേ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. ഒരു വ്യാപാര സ്ഥാപനത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഇടപാടുകൾ ഒരേ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരേ രൂപത്തിൽ രേഖപ്പെടുത്താൻ ഈ തത്വം നമ്മളെ സഹായിക്കുന്നു. ആസ് പെർ ദിസ് കോൺസെപ്റ്റ്, ട്രാൻസാക്ഷൻസ് which cannot be expressed in terms of money are not recorded in the books of account. As per this concept, transactions which cannot be expressed in terms of money are not recorded in the books of account. ഈ തത്വമനുസരിച്ച് പണത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പണത്തിൻ്റെ പദങ്ങളിൽ പറയാൻ സാധിക്കാത്ത ഇടപാടുകളും സംഭവങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നില്ല. ഈ തത്വമനുസരിച്ച് പണത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പദങ്ങളിൽ പറയാൻ സാധിക്കാത്ത ഇടപാടുകളും സംഭവങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നില്ല. അതായത് പണമായി അളക്കാൻ കഴിയുന്ന ഇടപാടുകൾ മാത്രമേ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ എന്ന് ഈ തത്വം പറയുന്നു. ഉദാഹരണമായി ആസ്തികളും സാധനങ്ങളും വാങ്ങുന്നതും വിൽക്കുന്നതും സ്ഥാപനത്തിൻ്റെ വരവുകളും ചെലവുകളും പണമായി അളക്കാൻ കഴിയുന്നതിനാൽ അവ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്താം. എന്നാൽ പണത്തിൻ്റെ രൂപത്തിൽ അളക്കാൻ കഴിയാത്ത ഇടപാടുകളൊന്നും തന്നെ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്താൻ പാടില്ല. മാനേജറുടെ നിയമനം, തൊഴിലാളികളുടെ കാര്യക്ഷമത, സ്ഥാപനത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള മതിപ്പ്, ഗവേഷണ വിഭാഗത്തിൻ്റെ പുതിയ കണ്ടെത്തലുകൾ എന്നിവ പണമായി അളക്കുവാൻ കഴിയാത്തവയ്ക്ക് ഉദാഹരണമാണ്. ഇത്തരം കാര്യങ്ങൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്താൻ പാടില്ല. ഈ സങ്കല്പമനുസരിച്ച് ഇടപാടുകൾ അവയുടെ ഭൗതിക അളവിലല്ല രേഖപ്പെടുത്തേണ്ടത്, അവയുടെ പണമൂല്യം കണക്കാക്കിയാണ്. ഉദാഹരണമായി ഒരു വ്യാപാര സ്ഥാപനത്തിന് സ്വന്തമായി 2 കോടി രൂപ വിലയുള്ള 5 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അക്കൗണ്ട് ബുക്കിൽ 5 ഏക്കർ എന്നതിന് പകരം അതിൻ്റെ വിലയായ 2 കോടി രൂപയായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ സ്ഥാപനം വിൽപ്പനയ്ക്കായി വാങ്ങുന്ന സാധനങ്ങളുടെ കാര്യത്തിലും അളവിന് പകരം അതിൻ്റെ വില എത്രയോ അതാണ് അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തേണ്ടത്. എന്താണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്സ്? എല്ലാ വ്യാപാര ഇടപാടുകളും പണത്തിൻ്റെ പദങ്ങളിൽ രേഖപ്പെടുത്തണം എന്ന് ഈ തത്വം പറയുന്നു.
വ്യത്യസ്ത തരത്തിലുള്ള ഇടപാടുകൾ ഒരേ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താൻ ഈ തത്വം സഹായിക്കുന്നു. ഈ തത്വമനുസരിച്ച് പണത്തിൻ്റെ രൂപത്തിൽ പറയാൻ സാധിക്കാത്ത ഇടപാടുകളും സംഭവങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നില്ല. എല്ലാ വ്യാപാര ഇടപാടുകളും പണത്തിൻ്റെ പദങ്ങളിൽ രേഖപ്പെടുത്തണം എന്ന് ഈ തത്വം പറയുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ഇടപാടുകൾ ഒരേ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താൻ ഈ തത്വം സഹായിക്കുന്നു. ഈ തത്വമനുസരിച്ച് പണത്തിൻ്റെ രൂപത്തിൽ പറയാൻ സാധിക്കാത്ത ഇടപാടുകളും സംഭവങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നില്ല. അടുത്തത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്സ്. സ്ഥാപന തുടർച്ചാ തത്വം. സ്ഥാപന തുടർച്ചാ തത്വം. ബിസിനസ് സ്ഥാപനങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നവയാണ് എന്ന സങ്കല്പമാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്സ്. സമീപഭാവിയിൽ അവ അടച്ചുപൂട്ടില്ല എന്നാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ആസ്തികളും ബാധ്യതകളും കാണിക്കുന്നത് ഈ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the business has indefinite life. There is no intention to wind up or end the business in near future. So, business is treated as continuing one for long. This concept states that the business has indefinite life. There is no intention to wind up or end the business in near future. So, business is treated as continuing one for long. ഒരു വ്യാപാര സ്ഥാപനത്തിന് പരിധിയില്ലാത്ത ജീവിതമുണ്ട് എന്ന് ഈ തത്വം പറയുന്നു. ഒരു വ്യാപാര സ്ഥാപനത്തിന് പരിധിയില്ലാത്ത ജീവിതമുണ്ട് എന്ന് ഈ തത്വം പ്രസ്താവിക്കുന്നു. സമീപഭാവിയിൽ വ്യാപാര സ്ഥാപനം പിരിച്ചുവിടുവാനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കുവാനോ ഉള്ള പ്രേരണയില്ല. അതുകൊണ്ട് ദീർഘകാലത്തേക്ക് തുടരുന്ന ഒരു സ്ഥാപനമായി ബിസിനസ്സിനെ കണക്കാക്കുന്നു. ഒരു വ്യാപാര സ്ഥാപനത്തിന് പരിധിയില്ലാത്ത ജീവിതമുണ്ട് എന്ന് ഈ തത്വം പ്രസ്താവിക്കുന്നു. സമീപഭാവിയിൽ വ്യാപാര സ്ഥാപനം പിരിച്ചുവിടുവാനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കുവാനോ ഉള്ള പ്രേരണയില്ല. അതുകൊണ്ട് ദീർഘകാലത്തേക്ക് തുടരുന്ന ഒരു സ്ഥാപനമായി ബിസിനസ്സിനെ കണക്കാക്കുന്നു. ആസ് പെർ ദിസ് കോൺസെപ്റ്റ് an asset is treated as bundle of services. As per this concept, an asset is treated as bundle of services. ഈ തത്വമനുസരിച്ച് ഒരു ആസ്തിയെ സേവനങ്ങളുടെ ഒരു കൂട്ടമായി കണക്കാക്കുന്നു. ഈ തത്വമനുസരിച്ച് ഒരു ആസ്തിയെ സേവനങ്ങളുടെ ഒരു കൂട്ടമായി കണക്കാക്കുന്നു. It provides a basis for showing the value of assets and liabilities in the balance sheet. It provides a basis for showing the value of assets and liabilities in the balance sheet. ആസ്തികളും ബാധ്യതകളും ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതിനുള്ള ഒരു അടിത്തറ ഈ തത്വം നൽകുന്നു. ആസ്തികളും ബാധ്യതകളും ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതിനുള്ള ഒരു അടിത്തറ ഈ തത്വം നൽകുന്നു. എന്താണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്? വ്യാപാര സ്ഥാപനത്തിന് പരിധിയില്ലാത്ത ജീവിതമുണ്ട് എന്ന് ഈ തത്വം പ്രസ്താവിക്കുന്നു. സമീപഭാവിയിൽ വ്യാപാര സ്ഥാപനം പിരിച്ചുവിടുവാനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കുവാനോ ഉള്ള പ്രേരണയില്ല. അതുകൊണ്ട് ദീർഘകാലത്തേക്ക് തുടരുന്ന ഒരു സ്ഥാപനമായി വ്യാപാര സ്ഥാപനത്തെ കണക്കാക്കാം. ഈ തത്വമനുസരിച്ച് ആസ്തികളെ സേവനങ്ങളുടെ ഒരു കൂട്ടമായി കണക്കാക്കുന്നു. വ്യാപാര സ്ഥാപനത്തിന് പരിധിയില്ലാത്ത ജീവിതമുണ്ട് എന്ന് ഈ തത്വം പ്രസ്താവിക്കുന്നു. സമീപഭാവിയിൽ വ്യാപാര സ്ഥാപനം പിരിച്ചുവിടുവാനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കുവാനോ ഉള്ള പ്രേരണയില്ല. അതുകൊണ്ട് ദീർഘകാലത്തേക്ക് തുടരുന്ന ഒരു സ്ഥാപനമായി വ്യാപാര സ്ഥാപനത്തെ കണക്കാക്കാം. ഈ തത്വമനുസരിച്ച് ആസ്തികളെ സേവനങ്ങളുടെ
ഒരു കൂട്ടമായി കണക്കാക്കുന്നു. ആസ്തികളും ബാധ്യതകളും ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതിനുള്ള ഒരു അടിത്തറ ഈ കോൺസെപ്റ്റ് നൽകുന്നു. ആസ്തികളും ബാധ്യതകളും ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതിനുള്ള ഒരു അടിത്തറ ഈ കോൺസെപ്റ്റ് നൽകുന്നു. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ നമ്മൾക്ക് ദീർഘകാല വായ്പകൾ നൽകുന്നത്. അതുപോലെ സപ്ലയേഴ്സ് നമ്മൾക്ക് കടമായി സാധനങ്ങൾ നൽകുന്നതും സ്ഥാപന തുടർച്ചാ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ 50,000 രൂപ മുടക്കി വാങ്ങുന്ന ഒരു യന്ത്രത്തിന് 10 വർഷം ലൈഫ് ഉണ്ടെങ്കിൽ അതിനെ ഒരാസ്തിയായി പരിഗണിക്കുന്നതും മുതൽ മുടക്കിൻ്റെ 1/10 ഭാഗം എല്ലാ വർഷവും ചെലവിനത്തിൽ ഡിപ്രീസിയേഷനായി പരിഗണിക്കാൻ കഴിയുന്നതും കച്ചവടം അടുത്ത കാലത്തൊന്നും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാരണത്താലാണ്. ഈ പരിഗണന നൽകാൻ കഴിയാതെ വന്നിരുന്നുവെങ്കിൽ മൊത്തം തുകയായ 50,000 രൂപയും യന്ത്രസാമഗ്രികൾ വാങ്ങിയ വർഷം തന്നെ ചെലവിനത്തിൽ പരിഗണിക്കേണ്ടതായി വന്നേനെ. ഈ 3 തത്വങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. അതിനുശേഷം അവയുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുക. ബാക്കിയുള്ള അക്കൗണ്ടിംഗ് തത്വങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.